നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ ആരെയും വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജി സുധാകരൻ. വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കി. നിലവിലെ ഭാരവാഹികളെയും അയോഗ്യരാക്കി. യോഗത്തിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2024 നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. തീർത്താൽ തീരാത്ത അപമാനമാണ് കേരള ജനതയോട് പിണറായി വിജയൻ കാണിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. മരുമകനെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വേദി ബഹിഷ്കരിച്ചു. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി അവതരിപ്പിച്ചത് മരുമകനെയും അമ്മായിയപ്പനെയും കണ്ടിട്ടില്ലെന്നും S. സുരേഷ്. പാചകവാതക സിലിണ്ടറിൽ നിന്നും ചോർച്ച. ആലപ്പുഴയിൽ 2 ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചു. പള്ളാത്തുരുത്തിയിലാണ് ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ ആരെയും വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ CPIM-ന് വെല്ലുവിളി ഉയർത്തി ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്യില്ല, ആരുടെയും പിന്തുണയും വേണ്ട, ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജി സുധാകരൻ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞുവെന്നും പാർട്ടി വിട്ടുവെന്നും ജി സുധാകരൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ ചതിക്കുകയില്ല, പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുത്തു. താൻ കാരണം പാർട്ടിക്ക് ഇനി തലവേദനയാകില്ലെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം കുറഞ്ഞതിന് തനിക്കെതിരെ ഇളമരം കരീം അന്വേഷണം നടത്തി. 25 പേജിൽ താൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അത് വായിച്ചു നോക്കിയില്ല. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴയിലെ അംഗങ്ങൾ ഒഴികെ ആരും തന്നെ പിന്തുണച്ചില്ല. മറ്റുള്ളവർ നിശബ്ദരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ അറിയാമെന്നും ജി സുധാകരൻ പറഞ്ഞു. സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ പരാതി കൊടുത്തിട്ടില്ല. അവർക്കറിയാലോ. അതെ മാഡം, ഇതെല്ലാം അവർക്കറിയാം. അറിയാതെ പിന്നെ അങ്ങനെ അവരറിയാതിരിക്കുന്ന അവരിവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്പന്ദനങ്ങളും അറിയുന്ന ആളുകളല്ലേ. ബോധമുള്ളപ്പോഴാണോ അവഗണിക്കാതിരിക്കാനില്ല. സാർ, എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടില്ല? മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളാണ്. താങ്കളെപ്പോലുള്ള ആളെ 5 വർഷക്കാലമായി തഴഞ്ഞിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടില്ല? ഇടപെടണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അതാണ് മനസ്സിലായത്. ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. വിമർശനങ്ങൾക്ക് കീഴടങ്ങില്ല. പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. MLA-യും മന്ത്രിയുമായി. ഇനി എന്താ അയാൾക്ക് വേണ്ടതെന്നാണ് ചിലർ ചോദിക്കുന്നത്. അത് മാർക്സിസ്റ്റ് രീതിയല്ല. മരിക്കുന്നതുവരെ ലെനിൻ റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു. മാവോയും കാസ്ട്രോയും അധികാരത്തിലിരുന്നു. അവരോട് താഴെ ഇറങ്ങാൻ പറയുമോ എന്നും ജി സുധാകരൻ ചോദിച്ചു. ഇതേസമയം UDF അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചു. പള്ളാത്തുരുത്തിയിലാണ് ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചത്. ആളപായമില്ല. പാചകവാതക സിലിണ്ടറിൽ ചോർച്ചയുണ്ടായതാണ് തീപിടുത്തത്തിന് കാരണം. ആലപ്പുഴയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ 2 ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചത്. പള്ളാത്തുരുത്തിയിലായിരുന്നു സംഭവം. അനാഹിത, കാതറൈൻ എന്നീ ബോട്ടുകളാണ് പൂർണ്ണമായി കത്തിയമർന്നത്. സംഭവത്തിൽ ആളപായമില്ല. പാചകവാതക സിലിണ്ടറിൽ ചോർച്ചയുണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തും മുൻപേ പ്രചാരണം ആരംഭിച്ച് കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ്. വിവിധയിടങ്ങളിൽ മഹേഷിനായി ചുവരെഴുത്തുകൾ ആരംഭിച്ചു. UDF-ന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിയാകുന്ന
CR മഹേഷിന്റെ പേരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കോൺഗ്രസിന്റെ നിലവിലുള്ള MLA-മാരിൽ ഭൂരിപക്ഷം പേരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. മണ്ഡലങ്ങളിൽ നിന്നും നൽകിയിട്ടുള്ള പേരുകളിൽ ഒറ്റ പേര് മാത്രമുള്ള സ്ഥലമാണ് കരുനാഗപ്പള്ളി മണ്ഡലം. നിലവിലെ MLA-ആയ CR മഹേഷ് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുറപ്പായതോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ UDF പ്രവർത്തകർ ആരംഭിച്ചത്. വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്തുകൾ ആരംഭിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെക്കുറിച്ചും ധാരണയായെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിട്ടില്ല. ഇതിനു മുൻപേ തന്നെ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലെത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ കൊല്ലത്ത് നടത്തി. വയോജന കമ്മീഷൻ ചെയർമാൻ K. സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ കൺവെൻഷനാണ് സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ K. സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജുഡീഷ്യറിയുടെ പ്രാധാന്യം വിവരണാതീതമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും നഷ്ടപ്പെട്ടാൽ ജനാധിപത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ചരിത്രം നമ്മോട് പറയുന്നെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമിതികളിലൊന്നാണ് ബാർ കൗൺസിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ബാർ കൗൺസിലിനെ പലരുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സമുദായമായി ഉപയോഗപ്പെടുത്താൻ അതിനകത്തേക്ക് ആ കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്ന ആളുകൾ കടന്നുവന്നായിരിക്കും. ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ഓച്ചിറ N. അനിൽകുമാറിനെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. PK ഷിബു അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ, അഭിഭാഷകരായ KP സജിനാഥ്, സുമാലാൽ, S. പുഷ്പാനന്ദൻ, B. ഷംനാഥ്, ശിവപ്രസാദ്, നിത്യ RS, ഓച്ചിറ N. അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. കൺവെൻഷനിൽ അഡ്വക്കേറ്റ് റാഫി രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മദ്യലഹരിയിൽ യുവാവിന്റെ അഴിഞ്ഞാട്ടം. വാഹനങ്ങൾ തടഞ്ഞിട്ട യുവാവ് അസഭ്യവർഷം നടത്തിയത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചു. അഞ്ചലിലായിരുന്നു സംഭവം. മദ്യലഹരിയിലാണ് യുവാവ് അഞ്ചൽ ടൗണിൽ അഴിഞ്ഞാടിയത്. വാഹനങ്ങൾ തടഞ്ഞിട്ട ഇയാൾ അസഭ്യവർഷവും നടത്തി. 1 മണിക്കൂറോളം നേരമാണ് അഞ്ചലിൽ ഇയാൾ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത്. നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഡ്രൈവർമാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചായിരുന്നു യുവാവിന്റെ പ്രകടനം. ഒടുവിൽ റോഡിൽ കിടന്ന ഇയാൾ വാഹന ഗതാഗതവും തടസ്സപ്പെടുത്തി. വെള്ളം അടിച്ചിട്ട് പിന്നെ ഇവിടെ റോഡിൽ വണ്ടിയൊക്കെ തടയുന്നുണ്ട്, ആൾക്കാരെയൊന്നും പോകാൻ താമസിക്കുന്നില്ല. ഇന്നതാണ്ട് ഇപ്പൊ ഉടുപ്പൊക്കെ ഊരി കളഞ്ഞിട്ട് വണ്ടിയൊക്കെ തടഞ്ഞ് വിഷയം ഉണ്ടാക്കി. പിന്നെ വെള്ളം അടിച്ചിട്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന ആള് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇയാൾ സ്വയം റോഡിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. PC വിശ്വനാഥ് MLA-യുടെ ഓഫീസിലേക്ക് NDA പ്രവർത്തകർ മാർച്ച് നടത്തി. വികസന മുരടിപ്പിനും വാഗ്ദാന ലംഘനങ്ങൾക്കുമെതിരെയാണ് മാർച്ച് നടത്തിയത്. മതി ഈ MLA എന്ന മുദ്രാവാക്യമുയർത്തിയാണ് NDA കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PC വിശ്വനാഥ് MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുണ്ടറയുടെ വികസനത്തിന് PC വിശ്വനാഥ് MLA ഒന്നും ചെയ്തില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാരതീയ ജനതാ പാർട്ടി കുണ്ടറ നിയമസഭാ മണ്ഡലം ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിൽ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം മതിയായി ഈ MLA എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി കുണ്ടറ നിയമസഭാ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന PC വിശ്വനാഥ് എന്ന് പറയുന്ന MLA, ആ MLA-ക്കെതിരെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം എന്താണോ 2021 തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കുണ്ടറയിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടി, ഈ കുണ്ടറ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ കുണ്ടറയിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരായിട്ടുള്ള ജനങ്ങളോട് PC വിശ്വനാഥ് പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം 5 വർഷക്കാലം പിന്നിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ
നിങ്ങൾ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള നട്ടലുള്ള ഒരു MLA ആയി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിൽ MLA ആയാൽ എല്ലാ വികസനവും മണ്ഡലത്തിൽ നടത്തുമെന്ന് വാഗ്ദാനം നൽകി. കുണ്ടറയിലെ ജനങ്ങളെ പറ്റിച്ച് MLA ആയി മാറിയ വിഷ്ണുനാഥ മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതിയും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. NDA കുണ്ടറ മണ്ഡലം ചെയർമാൻ MS ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ അദ്ദേഹം ഇവിടുത്തെ എല്ലാ മേഖലകളിലും വലിയ മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു കുണ്ടറയിലെ IT പാർക്ക് വികസിപ്പിക്കും. കുണ്ടറയിലെ IT പാർക്കിന്റെ സ്ഥിതി എന്താ? അവിടെ വലിയ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു മാറ്റവും ഉണ്ടായില്ല. കശുവണ്ടി മേഖലയുടെ സമഗ്ര പരിഷ്കരണത്തിനായി പുതിയ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവിടെ ഒരു എക്കണോമിക് സോൺ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. കശുവണ്ടി മേഖല ഇന്ന് 85ഓളം കശുവണ്ടി ഫാക്ടറികൾ പൂട്ടി. 7 വ്യവസായികൾ ആത്മഹത്യ ചെയ്തു. ജില്ലാ സെക്രട്ടറി ഇടവട്ടം വിനോദ, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി നെടുമ്പന ശിവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി, വെള്ളിമൺ ദിലീപ്, നെടുമ്പന ഓമനക്കുട്ടൻ, പ്രീതിലാൽ, സച്ചു പ്രസാദ്, ജിതിൻ, സുരേഷ് ചിറക്കോണം, ഗിരീഷ് കുമാർ, ശ്രീപ്രസാദ്, രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം 5 വർഷങ്ങളാണ് APC വിഷ്ണുനാഥ MLA നഷ്ടപ്പെടുത്തിയത്. യോഗങ്ങളിൽ പോയാൽ ആൾക്കാരെ കയ്യിലെടുക്കുവാൻ ഒരു പാട്ട് പാടും. പിന്നീട് അത്തരം യോഗങ്ങളിൽ പോയി ചെറിയ അദ്ദേഹം കൊച്ചുകൊച്ചിക്ക് എന്തെങ്കിലും കാണിക്കുന്നതല്ലാതെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു MLA എന്ന നിലയിൽ 100% പരാജയമാണ് APC വിഷ്ണുനാഥ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പോക്സോ കേസിൽ പ്രതിക്ക് 120 വർഷം കഠിന തടവും പിഴയും. പെരിനാട് ചെറുമൂട് ചേരിയിൽ നാട്ടുവാതുക്കൽ അജയ ഭവനത്തിൽ 77-കാരനായ നെൽസനെയാണ് കൊല്ലം അതിവേഗ സ്പെഷ്യൽ കോടതി 120 വർഷം കഠിന തടവിനും 6 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. 10 വയസ്സുകാരിയാണ് ഇയാൾ അതിക്രമത്തിനിരയാക്കിയത്. കുണ്ടറ SHO ആയിരുന്ന R രതീഷാണ് കേസ് അന്വേഷിച്ചത്. സപ്ലൈകോ പെട്രോൾ പമ്പ് ഉദ്ഘാടനവും സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ടിന്റെ ശിലാസ്ഥാപനവും കൊല്ലത്ത് നടത്തി. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ 6.5 ലക്ഷം കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാക്കിയതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 6.5 ലക്ഷം കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാക്കിയെന്ന മന്ത്രി GR അനിൽ. സപ്ലൈകോ പെട്രോൾ പമ്പ് ഉദ്ഘാടനവും സിഗ്നേച്ചർ മാർട്ടിന്റെ ശിലാസ്ഥാപനവും കൊല്ലം കന്റോൺമെന്റ് സിവിൽ സപ്ലൈസ് മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 40 ലക്ഷം പേരാണ് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ സാധനങ്ങൾ വാങ്ങുന്നത്. മാവേലി സ്റ്റോർ മുതൽ സിഗ്നേച്ചർ മാർട്ട് വരെ വിവിധ തലങ്ങളിൽ 1700ഓളം വിൽപ്പനശാലകൾ സപ്ലൈകോയ്ക്കുണ്ട്. എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിലും സിഗ്നേച്ചർ മാർട്ടുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വളരെ ചെറിയ ഒരു പ്രസ്ഥാനമായിട്ട് ആരംഭിച്ചു എങ്കിലും ഇന്ന് കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനമാണ് മാവേലി സ്റ്റോറുകളിലൂടെ, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെ വിവിധ തരത്തിലുള്ള 1700-ലധികം ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനങ്ങളിലൂടെ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിലെ വിലവർദ്ധനവ് നമുക്ക് കുറച്ചെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്നത് വിവിധ മേഖലകളിൽ, വിശേഷിച്ച് നിത്യോപയോഗ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിലെ ഇടപെടലുകളാണ്. ആ ഇടപെടലിൽ ഗവൺമെന്റ് കണ്ടിരിക്കുന്നത് ന്യായവിലയ്ക്കും വില കുറച്ചും സബ്സിഡി നിരക്കിലുമെല്ലാം മാർക്കറ്റിനെ ആശ്രയിക്കേണ്ടുന്ന ജനങ്ങൾക്ക് മറ്റൊരു ബദൽ സംവിധാനമായാണ്. M നൗഷാദ് MLA അധ്യക്ഷത വഹിച്ചു. ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. എനിക്ക് തോന്നുന്നു ദ്രുതഗതിയിലാണ്, ഒരു 3 മാസമായിട്ടുള്ളതെന്ന് തോന്നുന്നു നമ്മളിവിടെ വന്ന് നടക്കലില്ല. അതിനുള്ളിൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സപ്ലൈകോയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും കൂടെ സംയുക്തമായിട്ടാണ്. കേരളത്തിൽ 14 പമ്പുകളുണ്ട്. സപ്ലൈകോയുടെ 14 പമ്പുകളാണ്. അപ്പൊ അതിൽ 14ാമത്തതാണ്. നേരത്തെ തന്നെ കൊല്ലത്തൊരെണ്ണം ഉണ്ട്, തൊട്ടപ്പുറത്ത് ഒരെണ്ണമുണ്ട്, ഇപ്പൊ ഇപ്പുറത്തും ഒരെണ്ണമുണ്ട്. നമുക്ക് 14 ജില്ലയുണ്ട്, 14 പമ്പുണ്ട്. 2 എന്തായാലും നമുക്ക് അവകാശപ്പെട്ടത്. കൊല്ലം ജില്ലയിൽ ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേയർ AK ഹഫീസ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ, കൗൺസിലർ T ഷൈനി, സപ്ലൈകോ റീജിയണൽ മാനേജർ A സജാദ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ PR ജോൺ, ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിംഗ് സ്മിത ജോർജ, ജില്ലാ സപ്ലൈ ഓഫീസർ KV സിന്ധു, താലൂക്ക് സപ്ലൈ ഓഫീസർ Y സാറാമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെയും ഒഴിവാക്കിയിട്ടുണ്ട്.
യോഗത്തിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ റിസീവറെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2024 നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കി ഹൈക്കോടതി ഉത്തരവ്. SNDP യോഗത്തിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ റിസീവറെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട പ്രൊഫസർ MK സാനു ഉൾപ്പെടെയുള്ളവർ 2024 നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് TR രവിയുടെ ഉത്തരവ്. നിലവിലെ ഭരണസമിതിയെയും ഹൈക്കോടതി അയോഗ്യരാക്കി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കിയായിരുന്നു ഹർജി. ഹർജികൾ തീർപ്പാക്കുന്നതുവരെ SNDPയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾ നടത്തുന്നതിൽ നിന്ന് SNDP യോഗം വിവിധ ബ്രാഞ്ചുകളിലെ ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഭാരവാഹികളെ വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. തലവേദനയെ തുടർന്ന് വിശ്രമത്തിലാണെന്നും ഉത്തരവിനെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തീർത്താൽ തീരാത്ത അപമാനമാണ് കേരള ജനതയോട് പിണറായി വിജയൻ കാണിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. മരുമകനെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വേദി ബഹിഷ്കരിച്ചു. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി അവതരിപ്പിച്ചത് മരുമകനെയും അമ്മായിയപ്പനെയും കണ്ടിട്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു. NDA നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ജനതയോട് തീർത്താൽ തീരാത്ത അപമാനമാണ് പിണറായി വിജയൻ വരുത്തിവച്ചിരിക്കുന്നതെന്നും അതിനാൽ പിണറായി വിജയൻ മാപ്പ് പറയണമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ആവശ്യപ്പെട്ടു. NDA കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മരുമകനെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വേദി ബഹിഷ്കരിച്ചു. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി അവതരിപ്പിച്ചത്. ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കണമെന്നും S. സുരേഷ് പറഞ്ഞു. അപമാനമാണ് ഈ പിണറായി വിജയൻ വരുത്തി വെച്ചിരിക്കുന്നത്. പിണറായി വിജയൻ കേരളത്തിലെ ജനതയോട് മാപ്പിരക്കേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. സ്വന്തം മരുമകനെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് കേരളത്തിന് അർഹതപ്പെട്ട കേരളത്തിന്റെ അവകാശങ്ങൾ നേടിത്തരാനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിരിക്കുന്ന വേദി ബഹിഷ്കരിക്കുക. അതിന് കാരണം എന്താ? എന്റെ മരുമോനെ വിളിച്ചില്ല. ഇവിടെ അമ്മായിയപ്പനെയും മരുമോനെയും വിളിക്കാൻ വേണ്ടിയല്ല നരേന്ദ്രമോദി ഈ കേരളത്തിൽ 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ അവതരിപ്പിച്ചത് എന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അമ്മായിയപ്പനും മരുമകനും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയല്ല. ഈ രാജ്യത്തിലെ 3 കോടി വരുന്ന മലയാളി, ആ മലയാളിയുടെ ക്ഷേമവും ഐശ്വര്യവും അവന്റെ നാടിന്റെ വികസനവുമാണ് വികസിത കേരളം പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും മുദ്രാവാക്യമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കുന്ന പരിപാടികളും പദ്ധതികളും ഓരോന്നും ഈ രാജ്യത്തിലെ ഈ നാട്ടിലെ മലയാളികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. R. മുരളി അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഓമനക്കുട്ടൻ, മാലുമേൽ സുരേഷ്, ജിതിൻ ദേവ്, KR രാജേഷ്, ശ്രീജീവ്, ആദർശ്, ശാലിനി രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുൻ മന്ത്രി G. സുധാകരൻ. ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ ആരെയും വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും G. സുധാകരൻ. വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കി. നിലവിലെ ഭാരവാഹികളെയും അയോഗ്യരാക്കി. യോഗത്തിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2024 നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. തീർത്താൽ തീരാത്ത അപമാനമാണ് കേരള ജനതയോട് പിണറായി വിജയൻ കാണിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. മരുമകനെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വേദി ബഹിഷ്കരിച്ചു. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി അവതരിപ്പിച്ചത് മരുമകനെയും അമ്മായിയപ്പനെയും കണ്ടിട്ടല്ലെന്നും S. സുരേഷ്. പാചകവാതക സിലിണ്ടറിൽ നിന്നും ചോർച്ച. ആലപ്പുഴയിൽ 2 ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചു. പള്ളാത്തുരുത്തിയിലാണ് ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.